ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം CBIയും അവസാനിപ്പിച്ചപ്പോൾ കേസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. 6 വർഷത്തോളം മുമ്പ് കാണാതായ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത്? ജസ്ന ജീവിച്ചിരിപ്പില്ലേ? രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസി പോലും ഇക്കാര്യത്തിൽ നിസ്സഹായരാകുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് മുമ്പ് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് മൗനം പാലിച്ചത് എന്താണ്? ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. ജസ്ന തിരോധാന കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ പ്രധാനികളാണ് ടോമിൻ ജെ തച്ചങ്കരിയും KG സൈമണും. എന്താണ് അവർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. ജസ്നയെ കണ്ടെത്താനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരായ ടോമിൻ ജെ തച്ചങ്കരിയും KG സൈമണും. കോടതിയിൽ CBI ക്ലോഷർ റിപ്പോർട്ട് നൽകിയത് സാങ്കേതികത്വം മാത്രമാണെന്നും കേസ് തെളിയുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും ടോമിൻ ജെ തച്ചങ്കരി പ്രതികരിച്ചു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് താൻ ഇപ്പോൾ പറയുന്നില്ലെന്നും തച്ചങ്കരി പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്ത പ്രതീക്ഷിച്ചിരുന്നതായി മുൻ SP KG സൈമൺ പ്രതികരിച്ചു. ഇപ്പോഴും പ്രതീക്ഷ നഷ്ടമായിട്ടില്ല. CBI കൊടുത്ത ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴുമുണ്ട്. ജസ്നയെ കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നതെന്നും സൈമൺ പറഞ്ഞു. ജസ്ന കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നെന്നും കോവിഡ് കാലം അന്വേഷണത്തിന് തിരിച്ചടിയായെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ കേസിന്റെ തുടക്കത്തിൽ ലോക്കൽ പോലീസിനുണ്ടായ വീഴ്ച അന്വേഷണത്തെ ഗുരുതരമായി ബാധിച്ചെന്നാണ് ജസ്നയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. DGPയായി വിരമിച്ച ടോമിൻ ജെ തച്ചങ്കരി ജസ്ന കേസിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വീണ്ടും വെച്ച് പുലർത്തുകയാണ്. ADGPയായിരിക്കെ ഉയർത്തിയ വാദങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. ജീവനോടെ അല്ലെങ്കിൽ ജസ്ന എവിടെ മറഞ്ഞു എന്നത് സംബന്ധിച്ച് സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് തച്ചങ്കരി പറയുന്നത്. ചില കേസുകൾ ഇങ്ങനെയാണ്. അന്വേഷണ സംഘം എത്ര കിണഞ്ഞു ശ്രമിച്ചാലും സാഹചര്യം പ്രതികൂലമായാൽ ലക്ഷ്യം കാണാൻ കഴിയില്ല. ജസ്ന കേസിൻ്റെ നാൾ വഴി നോക്കുമ്പോഴും മനസ്സിലാകുന്നത് അതേ കാര്യം തന്നെ. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു. വലിയ വിമർശനമാണ് അന്വേഷണത്തെക്കുറിച്ച് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. തുടർന്ന് അന്നത്തെ IG മനോജ് എബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. 2008 ഈ അന്വേഷണ സംഘം അവരുടെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്രതീക്ഷിതമായി കേരളത്തെ പ്രളയം മുക്കുന്നു. അന്വേഷണം അതോടെ നിലച്ചു. വീണ്ടും വലിയ ആവശ്യം ഉയർന്നു വരികയും ജസ്ന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരികയും ചെയ്യുന്നു. അപ്പോഴേക്കും കോവിഡിൻ്റെ സമയമായി. കേരളം പൂർണ്ണമായി ലോക്കായതോടെ അന്വേഷണ സംഘത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ജസ്ന കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി എന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച്. സത്യത്തിൽ ഒരു കയ്യെത്താ ദൂരത്ത് ജസ്ന എത്തിയെന്ന് വരെ കരുതിയിരുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് കോവിഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി പോകേണ്ടിരുന്ന റായൽ സംസ്ഥാനം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കുമ്പളി തേനി വഴി കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു. അപ്പം ഞങ്ങളുടെ ടീം 2-3 ഫുള്ളായിട്ട് പല ലീഡുകൾ കിട്ടി നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് 1.5 വർഷക്കാലത്തോളം കേരളം അടഞ്ഞു പോകും നമുക്കെല്ലാവരും. ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോവുകയും കേസ് CBIക്ക് കൊടുക്കുകയും ചെയ്തത്. CBI ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിച്ചിരുന്നു, എന്നോട് ചോദിച്ചിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവരാ വിവരങ്ങൾ അന്വേഷിച്ചോ ഇല്ലയോ എന്നുള്ളത് CBIയുടെ കേസ് ഡയറി നോക്കിയാൽ അറിയാൻ പറ്റും. 2021 ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസന്വേഷണം CBI ഏറ്റെടുത്തു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ വീഴ്ച വന്നതായി CBI കണ്ടെത്തി. എന്നാൽ ക്രൈംബ്രാഞ്ചും നേരത്തെയുള്ള പ്രത്യേക അന്വേഷണ സംഘവും ശേഖരിച്ച തെളിവുകൾ ഇഴകീറി CBIയും പരിശോധിച്ചു. ജസ്ന എവിടെയെന്ന് കണ്ടെത്താൻ എന്നാൽ CBIക്കുമായില്ല. സാധാരണ ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ച് കഴിയുമ്പോൾ അത് UN റിപ്പോർട്ട് കൊടുക്കുകയെന്ന് പറയുന്നത്, അതായത് ഒരു താൽക്കാലികമായിട്ട് അവർ ലിസ്റ്റിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ നടത്തുന്ന കേസിൻ്റെ അന്വേഷണമാണ് അത് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അതൊരു ടോപ്പ് തീർന്നുകൊണ്ടല്ല, പക്ഷേ എനിക്കൊന്ന് ആക്റ്റീവായിട്ടുള്ള അന്വേഷണം ഇനി കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വരുന്നത്. അവർ കൊടുത്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ലുക്കൗട്ട് നോട്ടീസുകളും ഇപ്പോൾ ലൈവാണ്. അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സംബന്ധിച്ച് ഇനി പുതിയ പാസ്പോർട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അതും അവർ പാസ്പോർട്ട് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ.
ഇതിനിടെ സംസ്ഥാന സർക്കാർ ജസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. വിവിധ ഇടങ്ങളിലായി വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചു. ജസ്നയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ആ പെട്ടിയിൽ ആ കാര്യങ്ങൾ നിക്ഷേപിക്കണമെന്നതായിരുന്നു അന്വേഷണ സംഘം അറിയിപ്പായി നൽകിയിരുന്നത്. പക്ഷേ അതും പ്രയോജനകരമായില്ല. CBI സംഘം 9 സംസ്ഥാനങ്ങളിലാണ് ജസ്നയെ തേടിപ്പോയത്. ഇതിനിടെ സിറിയയിൽ ജസ്ന എത്തിയെന്നും 2 കുഞ്ഞുങ്ങളുടെ അമ്മയായെന്നുമുള്ള ചില ഓൺലൈൻ വാർത്തകൾ പുറത്തു വന്നു. CBI ഇത് പൂർണ്ണമായി നിഷേധിച്ചു. ലവ് ജിഹാദ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കേസ് കൂടിയാണ് ജസ്നയുടെ തിരോധാനം. നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് വാദങ്ങൾ കേരളത്തെ വല്ലാതെ പിടിച്ചുലച്ചു. ജസ്ന ഏതോ മതപഠന കേന്ദ്രത്തിലുണ്ടെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. ആ വഴിക്കുള്ള അന്വേഷണവും എങ്ങുമെത്തിയില്ല. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചയാൾ കൊല്ലത്ത് താൻ ജയിലിൽ കഴിഞ്ഞപ്പോൾ മോഷണക്കേസിൽ ശിക്ഷിക്കപ്പെട്ടുവന്ന വ്യക്തി നൽകിയ ചില വിവരങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നായിരുന്നു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൾ പറഞ്ഞത്. എന്നാൽ വിശദമായ മൊഴിയെടുപ്പ് നടത്തിയെങ്കിലും അതും ഫലം ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം CBI ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ ടോമിൻ തച്ചങ്കരിയുടെ വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ അന്വേഷണം അവസാനിച്ചിട്ടില്ല. ജസ്നയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ വീണ്ടും CBI ആ വഴി പോകുമെന്നത് ഉറപ്പാണ്. ആലപ്പുഴ അരൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണിനി. പുതുവർഷത്തലേന്ന് 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എഴുപുന്ന സ്വദേശി ഉണ്ണി എന്ന സുമേഷ് കൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിൽ 4 പേരെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. കഴിഞ്ഞ ദിവസം പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘടനത്തിൽ പരിക്കേറ്റ ചെറുപ്പക്കാരനാണ് അരൂരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അരൂർ എഴുപുന്ന പഞ്ചായത്തിൽ 8ാം വാർഡിൽ കൃഷ്ണകുമാറിന്റെ മകൻ സുമേഷ് കൃഷ്ണൻ എന്ന 37-കാരനാണ് പത്തല് വടികൊണ്ട് തലയ്ക്ക് അടിയേറ്റ് ചികിത്സയിലിരിക്കെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് ഡിസംബർ 31 ആണ്. എരമല്ലൂർ ചേന്നമല ക്ഷേത്രത്തിന് സമീപം 2 സംഘങ്ങളായി ഇരുന്ന് ഇവരെ മദ്യപിക്കുകയായിരുന്നു. പിന്നീട് ഈ മദ്യപിച്ച 2 സംഘങ്ങൾ തമ്മിൽ ഉണ്ടായ തർക്കമാണ് ഈ അക്രമത്തിൽ കലാശിച്ചത്. തുടർന്ന് സുമേഷിന് പത്തൽ വടികൊണ്ട് തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. മാത്രമല്ല ഈ സംഘടനത്തിൽ സാജിന് നാൾക്ക് കുത്തേൽക്കുകയും സുരേഷ്, ഷിജു ഇവർക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവരൊക്കെയും തന്നെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ സുമേഷ് കൃഷ്ണൻ മരിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എരമല്ലൂർ ദേവി സദനത്തിൽ കണ്ണൻ, നന്ദനത്തിൽ ശരത് എന്ന് വിളിക്കുന്ന ജയലാൽ, കുണ്ടേങ്ങിൽ പ്രവീൺ, ആലിശ്ശേരിയിൽ അതീഷ് എന്നിവരെയാണ് അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ ബുധനാഴ്ച, അതായത് ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ ഓഫീസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഈ മരിച്ച സുമേഷ്. ഇടുക്കിയിൽ യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണവുമായി മാതാവും കുടുംബാംഗങ്ങളും രംഗത്ത്. നെടുങ്കണ്ടം തേവാരംപെട്ട സ്വദേശി ഡൈജുവിന്റെ മരണം സംബന്ധിച്ചാണ് പരാതി ഉയരുന്നത്. ഡൈജുവിനെ കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് ഇവരുടെ ആരോപണം. എന്നാൽ ഇയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 14 മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഡൈജു മരിച്ചത്. ഓഗസ്റ്റ് 12 ഉച്ചയോടെ വീടിനുള്ളിൽ ഇയാളെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രക്തം വാർന്ന് കണ്ണ് പുറത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു. ഫാനിൽ കെട്ടിത്തൂങ്ങിയ ഡൈജുവിനെ കയററുത്ത് രക്ഷിക്കുന്നതിനിടെ പരിക്കേറ്റെന്നായിരുന്നു ഭാര്യയുടെ വിശദീകരണം. എന്നാൽ തന്നെ ആരോ മർദ്ദിച്ചതായി ഡൈജു പറഞ്ഞെന്ന് മാതാവ് പറയുന്നു. പിന്നെ അയലോകത്തിൽ ചെറുക്കം വിളിച്ചിട്ട് പറയുന്നു അവന്റെ മുക്കിക്കൂടെയും വായിക്കൂടെയും ചെവിക്കൂടെയും ചോര നടക്കുന്നു. ഞാൻ ഓടി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ കുഞ്ഞിന്റെ വലത്തെ കണ്ണ് പൊട്ടി പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. ഇത്രയും വലുതായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുക. അപ്പോൾ കൊച്ചു കട്ടിലിന് താഴെ ഇട്ടിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്നാടാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ മോൻ ചോദിച്ചു, ആരാമ്മ എൻ്റെ തലക്കെട്ട് അടിച്ച്, ആരാമ്മ എൻ്റെ കണ്ണടിച്ച് പഠിച്ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവളെന്നോട് പറഞ്ഞു, ചേട്ടായി തൂങ്ങിയപ്പോൾ ഞാൻ കണ്ടിച്ച് താഴെ ഇട്ടു.
ഞാനും ചേട്ടായും കൂടെ താഴെ വീണു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടായി കയറ്റി പിന്നെയും നടന്നു, പിന്നെയും ചേട്ടായി വീണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കട്ടിലേ നിന്നുകൊണ്ടാണ് ഫാനിൻ്റെ ഇത് കിടക്കുന്നത്. കട്ടിലേ നിൽക്കാനുള്ള വലിപ്പമുള്ളൂ. അതിന് അവൾ കണ്ടിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവളും ചേട്ടായും വീണെന്ന് പറഞ്ഞു. ആ കട്ടിലെ തൊട്ട് താഴെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വീണ കൊച്ചു കട്ടിലേക്കല്ലേ വീടുള്ളൂ എന്ന് ചോദിച്ചു. തൊട്ട് ഇത് കട്ടിലല്ലേ കിടക്കുന്നു ചോദിച്ചു. വീണ്ടും കയറ്റി നടന്നപ്പോൾ പിന്നെയും വീണ് നടന്നു. ശക്തമായ അടി തലക്കേറ്റതായി ഡോക്ടർമാർ പറഞ്ഞിരുന്നെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കൊലപാതകമാണെന്ന് സംശയിക്കത്തക്ക വിധം പല തെളിവുകളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവയൊന്നും പോലീസ് പരിശോധിച്ചില്ല. ഡൈജു ആശുപത്രിയിൽ കിടന്നപ്പോൾ വീട്ടിലെ ചോരക്കറകൾ ആരോ ഉപ്പുപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അടുത്തിടെ നവകേരള സദസ്സിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അന്വേഷണത്തിനായി സ്റ്റേഷനിൽ വിളിപ്പിച്ചെങ്കിലും ആശാവഹമായ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ SP-ക്ക് പരാതി നൽകുമെന്നും ഡൈജുവിന്റെ മാതാവ് സെലിനും സഹോദരി ടെസ്സിയും മറ്റ് ബന്ധുക്കളും പറഞ്ഞു. എന്നാൽ യുവാവിന്റെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 10 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് വൈകുന്നു. കുട്ടി മതിൽ ചാടുമ്പോൾ സംഭവിച്ച അപകടത്തിലാണ് കാലിന്റെ എല്ല് പൊട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി ബാലനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ വീടിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. തൃപ്പൂണിത്തുറയിൽ 10 വയസ്സുകാരന്റെ കാൽ തല്ലിയൊടിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും ഇഴയുകയാണ്. ഈ പ്രതിയിലേക്ക് എത്തുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് നൽകുന്ന വിശദീകരണം. അതായത് പോലീസ് പറയുന്നത് ഈ സംഭവം നടന്ന ദിവസം കുട്ടി മതിൽ ചാടുന്നത് വഴി ആ സമയത്താണ് കാലൊടിയാനായി സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ കുട്ടിയുടെ കാലിൽ കൃത്യമായി ബാലൻ എന്ന സമീപവാസിയായ ബാലൻ കമ്പ് കൊണ്ടടിക്കുന്ന പാട് കാലിലുണ്ട്. അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ഈ 10 വയസ്സുകാരൻ നവീനും കൃത്യമായി തന്നെ സംഭവ സമയത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ബാലന്റെ അടി കൊണ്ടാണ് തന്റെ കാല് പൊട്ടിയത്, തനിക്ക് നല്ല വേദനയുണ്ട്, ഒപ്പം തന്നെ തന്റെ മുതുകിലും ഇയാൾ അടിച്ചു എന്ന് കൃത്യമായി തന്നെ ഈ കുട്ടി പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നടക്കുന്നത്. എന്തായാലും ഈ കുടുംബം കമ്മീഷണർക്കടക്കം പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരട് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം നവകേരള സദസ്സ് നടന്നിരുന്നു എറണാകുളം ജില്ലയിൽ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആവശ്യമായ പോലീസുകാരില്ല. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്കോ അറസ്റ്റിലേക്കോ പോകാത്തതെന്നൊരു വിശദീകരണമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ ഇന്നും കുട്ടിയുടെ ഈ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടായില്ല. എന്തായാലും നാളെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിയായി കണക്കാക്കുന്ന ബാലന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. എന്തായാലും ഈ കേസ് കഴിഞ്ഞ മാസം 31-ാം തീയതി ഏകദേശം വൈകിട്ട് 5:30 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നവീനും കൂട്ടുകാരും വീടിന് സമീപത്തുള്ള പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഫുട്ബോൾ അടുത്ത വീട്ടിലെ ഈ സമീപവാസിയായ ബാലന്റെ വീട്ടിലേക്ക് തെറിച്ചു വീഴുന്നത്. ഈ സമയം നവീൻ മതിൽ ചാടിക്കടന്ന് ഈ ബോൾ എടുക്കുമ്പോഴായിരുന്നു കമ്പുമായി വലിയ ഒരു പൈപ്പുമായി ഈ ബാലൻ നവീന്റെ സമീപത്തേക്ക് വരികയും നവീന്റെ കാലിലേക്ക് അടിക്കുകയും ചെയ്തത്. ഈ വേദനയിൽ തന്നെ മതിൽ ചാടുന്ന സമയത്തായിരുന്നു നവീന്റെ കാലിൽ അടിക്കുന്നത്. തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അപ്പോൾ തന്നെ ഡോക്ടർമാർ പറയുകയും ചെയ്തു നവീന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. ഉടനെയാണ് സമീപത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും വലിയൊരു ശസ്ത്രക്രിയയാണ് നവീന്റെ കാലിനായി ഇനി വേണ്ടത്. ഇടത് കാലിന്റെ 2 എല്ലുകളാണ് പൊട്ടിയിട്ടുള്ളത്. ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത ആളെ, ഈ ബാലൻ എന്ന വ്യക്തിയെ പോലീസ് ഇപ്പോഴും പിടികൂടിയിട്ടില്ല. ഇപ്പോഴും അറസ്റ്റ് പോലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ജാമ്യം കിട്ടുന്ന വകുപ്പ് മാത്രമാണ് ഇപ്പോഴും ഈ പ്രതിയായ ബാലനെതിരെ ചുമത്തിയിരിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതിന് ശേഷമാണ് പോലീസ് ഒരു പ്രാരംഭഘട്ട മൊഴിയെടുക്കൽ എന്ന രീതിയിൽ നവീന്റെ അടുത്തേക്ക് ആശുപത്രിയിൽ എത്തുകയും മൊഴിയെടുക്കുകയും ചെയ്തത്. പക്ഷേ പിന്നീട് അറസ്റ്റിലേക്കോ പിന്നീട്
കേസെടുത്തുവെങ്കിലും ഈ അറസ്റ്റിലേക്കുള്ള ഒരു നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നവീന്റെ കുടുംബത്തിന്റെ തീരുമാനം. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിക്ക് നീതി ലഭിക്കാത്തത് കേരളത്തിന്റെ ആകെ ദുഃഖമാണ്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും കുടുംബത്തിന്റെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിലടക്കം നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. DGPയുമായി സംസാരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ രാവിലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഇടപെടൽ വിഷയത്തിൽ അനിവാര്യമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിലടക്കം സർക്കാർ ഇടപെടണം. അതോടൊപ്പം അന്വേഷണം സുതാര്യമായി നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന കാര്യങ്ങളാണ് 6 വയസ്സുകാരിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചത്. മാതാപിതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി അവരെ അറിയിച്ചിരിക്കുന്നത് DGPയെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പങ്കുവച്ചതും. കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പോരായ്മകളെക്കുറിച്ചും പറഞ്ഞു, ജഡ്ജിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുള്ള പോലീസുകാരുടെ കാര്യങ്ങൾ പറഞ്ഞു. മുഴുവൻ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് സമാധാനത്തോടുകൂടി മുഴുവൻ കേട്ടിട്ട് ഈ പ്രോസിക്യൂട്ടർ നിയമിക്കുന്ന കാര്യം കൂടെ ഞാൻ പറഞ്ഞു. നല്ലൊരു ഇതിനു മുമ്പ് ആയതുപോലെ എനിക്ക് കേസാകരുത്, എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം എന്നുള്ള രീതി പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം DGPയുമായിട്ട് സംസാരിച്ച് നല്ലൊരു പ്രോസിക്യൂട്ടറിന് വെച്ച് തരാം, പേടിക്കേണ്ട, എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് വലിയ ശുഭകരമായ കാര്യമായി കാണുന്നു. കൃത്യമായ ഒരു നടപടി, തങ്ങളുടെ മകൾക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം DGPയുമായി ചർച്ച നടത്തി വിഷയത്തിൽ വേണ്ടുന്ന നടപടി കൈക്കൊള്ളും എന്ന തീരുമാനമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് മാതാപിതാക്കൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കുട്ടികൾ പൂക്കൾ പറിക്കുന്നതിന് ദേഷ്യം കാണിക്കുകയും വഴക്ക് പറയുമൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ സമാനതകളില്ലാത്തൊരു ക്രൂരതയാണ് കർണാടകയിലെ ബെലഗാവിയിൽ നടന്നത്. കുട്ടികൾ പൂക്കൾ പറിച്ചതിന് അങ്കണവാടി ജീവനക്കാരിയുടെ മൂക്ക് അറുത്തെടുത്തു. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടക ബെലഗാവി ജില്ലയിലെ ബസൂർട്ടെ ഗ്രാമത്തിലാണ് സംഭവം. കല്യാണി മോറ എന്നയാളാണ് അംഗൻവാടി വർക്കറായ സുഗന്ധ മോറയുടെ മൂക്കറുത്തത്. കുട്ടികൾ പൂക്കൾ പറിച്ചെന്ന കാരണത്താൽ കല്യാണി മോറെ അംഗൻവാടി ജീവനക്കാരിയോട് വഴക്കിട്ടു. പരസ്പരം വാക്കുതർക്കം നടക്കുന്നതിനിടെയാണ് 50-കാരിയായ സുഗന്ധയുടെ മൂക്ക് മുറിച്ചത്. സുഗന്ധയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു. അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. മധ്യവയസ്കയായ പ്രതി കർഷകനാണ്. സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 കർണാടക. കാലം എത്ര പുരോഗമിച്ചാലും അന്ധവിശ്വാസം സമൂഹത്തെ പൂർണ്ണമായി വിട്ടൊഴിയുമെന്ന് തോന്നുന്നില്ല. വെള്ളിമൂങ്ങകളെ വളർത്തിയാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിച്ച് നിയമവിരുദ്ധമായി വെള്ളിമൂങ്ങകളെ വളർത്തിയ ഒരാൾ കൊല്ലം കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായി. കടയ്ക്കൽ മുക്കുന്ന സ്വദേശി നവാസാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ഇവിടെ പരിശോധന നടത്തിയത്.
കൊല്ലം ഈയക്കോടുള്ള സഹോദരിയുടെ വീട്ടിലാണ് നവാസ് വെള്ളിമൂങ്ങകളെ വളർത്തിയിരുന്നത്. ധനവും ഐശ്വര്യവും കുമിഞ്ഞുകൂടുമെന്ന് വിശ്വസിച്ചായിരുന്നു നവാസ് വെള്ളിമൂങ്ങകളെ വളർത്തിയത്. എന്നാൽ ഭാഗ്യം തേടിയെത്തിയില്ലെന്ന് മാത്രമല്ല, പോലീസ് തേടിയെത്തുകയും ചെയ്തു. നവാസിന്റെ താമസ സ്ഥലത്ത് നിന്ന് കൂട്ടിലടച്ച നിലയിൽ 2 വെള്ളിമൂങ്ങകളെ കടയ്ക്കൽ പോലീസ് പിടികൂടി. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസ് വീടിന്റെ സ്റ്റോർ റൂമിൽ കൂട്ടിലടച്ച് വളർത്തുന്ന നിലയിലാണ് 2 വെള്ളിമൂങ്ങകളെയും കണ്ടെത്തിയത്. ധനവാനാകുമെന്ന് കരുതിയാണ് വെള്ളിമൂങ്ങകളെ കൂട്ടിലിട്ട് വളർത്തിയതെന്നാണ് നവാസ് പോലീസിന് നൽകിയ മൊഴി. നവാസിനെയും വെള്ളിമൂങ്ങകളെയും പോലീസ് വനം വകുപ്പിന് കൈമാറി. ന്യൂസ് 18 കൊട്ടാരക്കര. സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചതിനൊപ്പം ഓൺലൈൻ തട്ടിപ്പുകളും വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. സാധാരണക്കാർ മാത്രമല്ല, ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും സെലിബ്രിറ്റികളുമൊക്കെ പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് ഇരകളാകുന്നു. ഏറ്റവും ഒടുവിൽ പണം നഷ്ടമായത് ബോളിവുഡ് നടി അഞ്ജലി പാട്ടീലിനാണ്. പാഴ്സൽ ലഹരി വസ്തുക്കളുണ്ടെന്നും കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി 6 ലക്ഷത്തോളം രൂപയാണ് ഇവരിൽ നിന്ന് തട്ടിയെടുത്തത്. തായ്വാനിലേക്ക് പോയ പാഴ്സലിൽ ലഹരി വസ്തുക്കളുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ലഹരി കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5.79 ലക്ഷം രൂപയാണ് അഞ്ജലി പാട്ടീലിൽ നിന്ന് തട്ടിയത്. മുംബൈ അന്തേരിയിൽ താമസിക്കുന്ന നടിക്ക് ദീപക് ശർമ്മ എന്ന് പരിചയപ്പെടുത്തിയ ഒരാളുടെ ഫോൺ കോൾ വന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. ഡെബക്സ് കൊറിയർ കമ്പനി ജീവനക്കാരനാണെന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത്. തായ്വാനിലേക്കുള്ള ഒരു പാഴ്സൽ കസ്റ്റംസ് പിടിച്ചെടുത്തെന്നും പാഴ്സലിൽ ലഹരി വസ്തുക്കൾക്കൊപ്പം അഞ്ജലിയുടെ ആധാർ കാർഡ് ഉണ്ടായിരുന്നെന്നും ഇയാൾ പറഞ്ഞു. സംഭവത്തിൽ വ്യക്തത വരുത്താൻ മുംബൈ പോലീസിൽ ബന്ധപ്പെടാനും ആവശ്യപ്പെട്ടു. പിന്നാലെ മുംബൈ സൈബർ പോലീസ് ഉദ്യോഗസ്ഥനായ ബാനർജിയാണെന്ന് പരിചയപ്പെടുത്തി ഒരാൾ നടിയെ സ്കൈപ്പ് വഴി ബന്ധപ്പെട്ടു. അഞ്ജലിയുടെ ആധാർ കാർഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം നേരിടുന്ന 3 ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. നിരപരാധിത്വം തെളിയിക്കാൻ 96,525 രൂപ പ്രോസസിംഗ് ഫീസ് അയക്കാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഇത് നൽകിയതോടെ സംഭവത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് കേസ് അവസാനിപ്പിക്കാനായി 4,83,291 രൂപ കൂടി തട്ടിയെടുക്കുകയായിരുന്നു. പരിചയക്കാരനോട് അനുഭവം പങ്കുവച്ചപ്പോഴാണ് താൻ വലിയ തട്ടിപ്പിനിരയായതായി നടിക്ക് ബോധ്യമായത്. തുടർന്ന് DN നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രജനീകാന്തിന്റെ കാല അടക്കം നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടിയാണ് അഞ്ജലി പാട്ടീൽ. ന്യൂസ് 18 മുംബൈ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അമ്പലപ്പുഴയിൽ ഇരുമ്പ് വടികൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പുന്നപ്ര വാടയ്ക്കൽ പരേതനായ ബാബുവിന്റെ ഭാര്യ പ്രസന്നയാണ് മരിച്ചത്. കോട്ടയത്ത് അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം. കിടങ്ങൂരിന് സമീപം ചെമ്പിളാവിൽ വീടിനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത്. വയനാട്ടിൽ കടയിൽ നിന്നും സാധനം വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന 65-കാരിയെ കടന്നുപിടിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. പേരിയ സ്വദേശി ബാലനെയാണ് തലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്ത് വൻ ലഹരിവേട്ട. 15.8 കിലോ മെത്തഫെറ്റമിനാണ് ചെന്നൈയിൽ നിന്നും ഇംഫാലിൽ നിന്നുമുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത്. സംഭവത്തിൽ ഇതുവരെ 8 പേർ അറസ്റ്റിലായി. പുതുവത്സരാഘോഷത്തിന് കൊഴുപ്പേകാൻ വന്യമൃഗത്തെ വേട്ടയാടി കറിവെച്ച എസ്റ്റേറ്റ് ജീവനക്കാരും അതിഥികളും ഇടുക്കിയിൽ പിടിയിലായി. ശാന്തൻപാറയിലെ സ്വകാര്യ എസ്റ്റേറ്റിലാണ് മുള്ളൻപന്നിയെ പിടികൂടി കറിവെച്ചത്. തലക്കോട് ചെക്ക് പോസ്റ്റിൽ നടന്ന പരിശോധനയിൽ അതിഥികളുടെ വാഹനത്തിൽ നിന്ന് കറി കണ്ടെടുത്തതോടെയാണ് സംഘം കുടുങ്ങിയത്. തുടർന്ന് എസ്റ്റേറ്റിൽ നടത്തിയ പരിശോധനയിൽ മുള്ളൻപന്നിയുടെ ഇറച്ചിയും നായാട്ടിനായി ഉപയോഗിച്ച തൂക്കും കണ്ടെത്തി. സംഭവത്തിൽ 7 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. ഓർക്കുക,
ആഘോഷങ്ങൾ നിയമം ലംഘിക്കാനുള്ള അവസരമാകരുത്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. ഈ പരിപാടി